ഗൈസ്, വെൽക്കം ടു കേൾ കാനഡ. ഇന്ന് നല്ലൊരു ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കിയാലോ. ഞാൻ കുറച്ച് നേരം അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ശരിക്കും ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം സാധാരണയുള്ള ബീട്രൂട്ട് അച്ചാറല്ല കേട്ടോ, ഇതൊരു അസാധാരണ ബീട്രൂട്ട് അച്ചാറാണ്. കാരണം ഇന്ന് ഞാൻ നീളത്തിലാണ് അരിയുന്നത്. പൊതുവേ അങ്ങനെ ആൾക്കാർ നീളത്തിൽ അരിഞ്ഞ് അച്ചാർ വെക്കുന്നത് കുറവാണ്. ഉണ്ട്, ഞാനിപ്പോൾ ഇല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും, ആര് പറഞ്ഞു അങ്ങനെയെന്നൊക്കെ. അതുകൊണ്ട് എപ്പോഴും ഒരു ക്ലോസ് പറയുന്നതാണ് നല്ലത്. അപ്പം എന്തായാലും ബീട്രൂട്ടൊക്കെ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അമലാട്ടം തന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പം ബീട്രൂട്ട് അരിയുന്ന പരിപാടിയിലാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കിയില്ലേ. ഞങ്ങളുടെ ഇവിടെ അച്ചാറൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി ചോറ് കറി അങ്ങനത്തെയൊക്കെ ആയതുകൊണ്ട് അച്ചാർ നമ്മൾ പ്രിഫറൻസ് കൂടുതലാണ്. അപ്പം കഴിഞ്ഞ ആഴ്ച ഇട്ട മാങ്ങ അച്ചാർ തീർന്നു. അപ്പം അടുത്ത റൗണ്ട് അച്ചാർ സ്റ്റോക്ക് ചെയ്യാനുള്ള സമയമായി. അപ്പം വിചാരിച്ചു എന്തായാലും ബീട്രൂട്ടും നമുക്ക് കയ്യോടെ കിട്ടി. ഇന്നലെ നമ്മൾ ഫാർമേഴ്സ് മാർക്കറ്റിൽ പോയ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അവിടുന്ന് നമ്മൾ ബീട്രൂട്ട് വാങ്ങിയേ. അപ്പോൾ എന്തായാലും നല്ല ഫ്രഷ് ബീട്രൂട്ട് കയ്യോടെ അങ്ങ് അരിഞ്ഞ് അച്ചാറിട്ടാൽ നമുക്കിനി ഒരാഴ്ചത്തേക്കൊന്നും നോക്കണ്ട. ഈ അച്ചാർ മിക്കവാറും ഒരാഴ്ചയിൽ കൂടുതൽ പോവേ. കാരണം ഞാൻ ഒരു വലിപ്പം കുറച്ച് കുറവാണ്, എന്നാലും ഒരു 3-4-5 ബീട്രൂട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി നീണ്ടു നിൽക്കും എന്ന് വിശ്വസിക്കാം. മാത്രമല്ല നല്ല ഫ്രഷ് മാങ്ങയും കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് 2 പരിപാടിയുണ്ട്. ഒന്ന്, നമുക്ക് മാങ്ങ ഉപ്പിലിടണം. അപ്പം നമുക്ക് സാധാരണ കാനഡയിൽ ഇവിടെ കിട്ടാത്ത ഒരു സാധനമാണ് ഈ ഒരു മുളക്, നല്ല ഉണ്ടമുളകില്ലേ, ആ ഒരു സാധനം. അപ്പോൾ എന്തായാലും അതും കൂടെ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഉപ്പിലും കൂടെ ഇടാന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ഇവിടെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഉപ്പിലിടുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മാങ്ങ, നെല്ലിക്ക അങ്ങനത്തെയൊക്കെ അല്ലേ ഉപ്പിലിടുള്ളൂ. ഇവർ പച്ചക്കറികൾ ഉപ്പിലിടും. എന്ന് വെച്ചാൽ നമ്മുടെ കക്കിരി, അങ്ങനെ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപ്പിലിട്ട് വെക്കും. പ്രത്യേകിച്ച് കുക്കുംബറൊക്കെ, പ്രത്യേകിച്ച് കക്കിരിയൊക്കെ ഉപ്പിലിട്ട് വെക്കുന്ന ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ പച്ചക്കറികളൊക്കെ ഉപ്പിലിട്ടു. നല്ല അവരുടെ രീതിയിലല്ല, നമ്മളതിലെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ സ്പൈസി ആയിട്ടാണ് നമ്മൾ ഉപ്പിലിട്ടത്. പക്ഷേ ഒരു രക്ഷയുമില്ലായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും കൂടെ ഉപ്പിലിട്ടു. എല്ലാം കൂടെ ഒരാഴ്ച ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇപ്പം കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ ആ ഒരു ഉപ്പിലിട്ട പച്ചക്കറികളൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു പരിപാടിയും കൂടെ മനസ്സിലുണ്ട്, പച്ചക്കറികളും മാങ്ങയും കൂടെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ഈ ബീട്രൂട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കട്ടെ. എൻ്റെ അരിയൽ പരിപാടികളൊക്കെ മുക്കാലായേ. ഈ ചില ബീട്രൂട്ടിന് ഭയങ്കര ശക്തിയാണ്. അപ്പം നമുക്ക് അങ്ങനെ ഈസിയിൽ അരിഞ്ഞെടുക്കാനും പറ്റില്ല. അപ്പം എങ്ങനെയൊക്കെയോ ബീട്രൂട്ട് ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം പോലല്ല കേട്ടോ, ഇപ്രാവശ്യം വലിയ മാങ്ങ, സ്റ്റിൽ മെക്സിക്കൻ മാങ്ങ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഉപ്പിലിടാം. നമ്മുടെ ഉപ്പുമാങ്ങയൊക്കെ അരിഞ്ഞ് പാത്രത്തിലായിട്ടുണ്ടേ. തീരെ വെള്ളമില്ലാതെ കേട്ടോ അരിഞ്ഞ് എടുത്തത്. ഈ ഒരു ഉണ്ടമുളക് ഒന്നിൽ നല്ല നാടൻ പച്ചമുളകുമാണ് കേട്ടോ ഇടാൻ പോകുന്നത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എരിവിലെന്നുള്ള അറിയലാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഒന്നിലേക്ക് ഇത് കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ള മുളകാണ് കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങയിലൊക്കെ നല്ല എരിവ് കിട്ടിക്കോട്ടെ എന്നുള്ളത് കൊണ്ട് ഞാനത് 4ആയിട്ട് അരിഞ്ഞിടാൻ പോവാം കേട്ടോ. പൊതുവേ കുറച്ച് എരിവ് പ്രേമിയാണ് കേട്ടോ ഞാൻ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പച്ചമുളക്, കാന്താരിയൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ജെനറ്റിക്സ് ആണ് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജീൻ വഴിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര അടുത്താണ് കേട്ടോ. എനിക്കിങ്ങനെ മുളകിനോടുള്ള താല്പര്യം കൂടുതൽ. അപ്പം എൻ്റെ അമ്മാമ്മ ഇങ്ങനെ ആയിരുന്നു. ചില മുളക് പൊട്ടിക്കലൊക്കെ, അമ്മാമ്മേൻ്റെ ചില മുളകിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. മുളക് തന്നെ തോരൻ വെക്കും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിനൊക്കെ. അപ്പം മുളക് പൊതുവേ മീൻകറിയിലും അങ്ങനെയൊക്കെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറികളാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഒന്നിലേക്ക് പച്ചമുളകും ഒന്നിലേക്ക് നമ്മുടെ ഉണ്ടമുളകുമാണ് ഇടുന്നത്. നമുക്കെന്തായാലും ഇത് ഒരു 2-3 ദിവസം ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴിച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം ഞാൻ അത്യാവശ്യം നല്ലോണം പച്ചമുളക് ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 2ലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. കറിവേപ്പില, ഒരു പ്രവാസിയുടെ കറിവേപ്പില ആയതുകൊണ്ട് കുറച്ച് ഉണങ്ങിയ കറിവേപ്പില കേട്ടോ. പക്ഷേ ഒരു പ്രവാസിയുടെ രോദനമായി നിങ്ങളത് സ്കിപ്പ് ചെയ്യണം. ഓക്കെ, ഒരു ടീസ്പൂൺ നല്ലെണ്ണയിൽ നമ്മുടെ
ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒന്ന് കടുക് വറുത്തിട്ടുണ്ട്, ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ടേ. ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് തിളച്ച വെള്ളമാണ്, പിന്നെ ഒരു പൊടിക്ക് വിനാഗിരിയാണ്. അച്ചാർ നമ്മുടെ ഉപ്പ് വാങ്ങാം.